മഴക്കെടുതിയുടെ ഒരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് കണ്ണാടിക്കലിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കണ്ണാടിക്കലിൽ തുളസീധരൻ എന്നയാളുടെ വീട്ടിലേക്കാണ് മരം വീണത്. ഇന്നലെ രാത്രി കനത്ത മഴ പെയ്ത മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, കൊടിയത്തൂർ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശമുണ്ട്. പ്രദേശത്ത് വൈദ്യുതി നിലച്ചിട്ട മണിക്കൂറുകളായിട്ടുണ്ട്. വിവരങ്ങളുമായി സാനിയ മനോമി കണ്ണാടിക്കൽ വീടിന് മുന്നിൽ നിന്നും ചേരുന്നു. നമുക്ക് അവിടേക്ക് പോകാം. സാനിയോ, ഇപ്പോൾ എന്താണ് നമ്മൾ ദൃശ്യങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം വീണ് കിടക്കുന്നത് കാണുന്നു. ആളപായമോ കാര്യമായ കേടുപാടുകളോ ഉണ്ടോ? ആളപായമോ കാര്യമായ കേടുപാടുകളോ ഇല്ല അരുൺ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇറിഗേഷൻ്റെ, അതായത് കനാലിൻ്റെ സ്ഥലത്ത് നിന്ന് വന്ന മരമാണ്. അതായത് നിരവധി മരങ്ങൾ ഇങ്ങോട്ടേക്ക് വീണിട്ടുണ്ട്. പനയാണ് വീടിൻ്റെ മുകളിലേക്ക് വീണിരിക്കുന്നത്. പക്ഷേ ചേരുപോലെ അപകടകരമായ മരങ്ങളും ഈ വീടിന് മുകളിലേക്ക് വീണതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഇത് മുറിച്ചു മാറ്റണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് തന്നെ വരണം. കാരണം അവരുടെ സ്ഥലമാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ KSEB അധികൃതർ വന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് പിന്നീട് ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നൊരു പരാതിയാണ് വീട്ടുകാർക്കുള്ളത്. തുളസീദാസും അതുപോലെ ശ്രീലക്ഷ്മി ടീച്ചറുമാണ് ഇവിടുത്തെ വീട്ടുകാരെന്ന് പറയുന്നത്. അവരിന്നലെ രാത്രി വലിയ ശബ്ദം കേട്ട് വന്നു നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനെ മരം വീണ് കിടക്കുന്നത് കണ്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അല്ലേ? പേടിച്ചു ഈ മരങ്ങൾ, ഒരുപാട് മരങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറിഗേഷൻ വകുപ്പിന്റെ കാണുന്നുണ്ട്. ഓടിട്ട വീടുകളടക്കം ഉണ്ട്. അതിനൊക്കെ വലിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് സ്ഥിരം മഴക്കാലത്ത് സ്ഥിരം ഉണ്ടാവുന്നതാണ്. അതിപ്പോൾ കുറേശ്ശെ മരങ്ങൾ വേണ്ടു. ഇത്ര കൂടുതൽ മരങ്ങൾ ഇപ്പം ആദ്യമായിട്ടാണ്. അവരോട് കംപ്ലൈൻറ്റ് നാട്ടുകാർ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല. ചേര് പോലുള്ള അപകടകരമായ അതാണ് പ്രധാന പ്രശ്നം. ഈ ചേര് ദിവസം അതിന് മുകളിൽ ഇലയും കായും വീണിട്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇന്നൊരു പറമ്പ് കൂടിക്കാൻ പോവുക. വെട്ടി മാറ്റുന്നില്ല ഇറിഗേഷൻ. അയ്യോ, അവരൊന്നും ചെയ്യില്ല. അവർ എപ്പോഴെങ്കിലും വന്നൊന്ന് കനാൽ വൃത്തിയായി പോകാന്നല്ലാണ്ട് മരങ്ങളൊന്നും ഇതൊന്നും ചെയ്യാറില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ വൈദ്യുതി നിലച്ചിട്ട് ഒരുപാട് സമയമായി. ഇവിടെ മാത്രമല്ല, പല പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ചിട്ട് ഒരുപാട് സമയമായി. KSEB അധികൃതർ സ്വാഭാവികമായും എല്ലായിടത്തും എത്തുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കും പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെങ്കിലും പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലാണ്. മുക്കം, കൂടരഞ്ഞി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കുലയ്ക്കാറായ അല്ലെങ്കിൽ കുല വെട്ടാറായ വാഴകളടക്കം 300ഓളം വാഴകൾ ഒരാളുടെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വ്യാപകമായ കൃഷിനാശങ്ങളാണ് മലയോര മേഖലയിലടക്കം ഉണ്ടാവുന്നത്. അരുൺ ാണ് വിവരങ്ങൾ നൽകുന്നത്. വീടിന് മുകളിൽ മരം വീണ ദൃശ്യങ്ങളാണ് കോഴിക്കോട് നിന്നും സാനിയ മനോമി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കോഴിക്കോട് വ്യാപകമായ കൃഷിനാശമുണ്ട് കേട്ടോ. കാരശ്ശേരി ആക്കൂട്ടുചാലിൽ സുബിന്റെ 300-ലധികം വാഴ കാറ്റിൽ നിലംപതിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അപ്പോൾ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അത്തരം മരക്കൊമ്പുകളൊക്കെ വെട്ടിക്കളയുക. കാറ്റുണ്ടാവാനുള്ള സാധ്യതയും കൂടിയുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ മൺസൂൺ കാറ്റ് എത്തി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ വാഴ ഒടിഞ്ഞു കിടക്കുന്നതും ഒക്കെ പ്രേക്ഷകർക്ക് കാണാം. മുൻകരുതലുകൾ വേണം. ഒടിയാൻ സാധ്യതയുള്ള വാഴയ്ക്കൊക്കെ നല്ല സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തുക. കൃഷിക്കാരാണ് അവർ. ഈ 300 വാഴയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ നഷ്ടമാണ് ആ കർഷകന് ഉണ്ടാവുക. അതും പ്രേക്ഷകർക്ക് അറിയാമല്ലോ.